നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനായിട്ട് പലവട്ടം ഇറക്കി വിട്ടതല്ലേ, പിന്നെ ഉടുമ്പിനെ പോലെ കടിച്ചു തൂങ്ങുന്ന എന്തിനാ? അങ്ങനെ വെറും കൈയോടെ രേഖ പോകുന്നില്ലെങ്കിലോ? ഇറക്കി വിടാൻ എനിക്കറിയാം. അത്രയ്ക്കാണത്തുണ്ടോ എന്റെ മരുമകന്? ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. രേഖയുടെ കാര്യം രണ്ടാമത്. അങ്ങനെ എന്റെ കാര്യം മാത്രം അവധിക്ക് വെക്കണ്ട. ഞാനും അമ്മയും ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. ഇറങ്ങി പോടി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ അനിയന് എന്റെ മോളെ വേണ്ടെന്ന്. ഒരടി ബോണസായി അവളുടെ കവളി കിടപ്പുണ്ട്. ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. എന്നോടാ എന്റെ മരുമകൻ ആദ്യം ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്താ രഘു ഇതൊക്കെ? എന്ത് പ്രശ്നമുണ്ടായാലും നീ ഇങ്ങനെ പെരുമാറുന്ന എന്താ? ചേട്ടായി, GST ബില്ലെന്നും പറഞ്ഞ് 5 ലക്ഷം രൂപയാ ഇവള് കമ്പനിയെ പറ്റിച്ചെടുത്തത്. അത് ചോദിച്ചപ്പോ രഘു, പണത്തിന്റെ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ സമാധാനക്കേടുണ്ടാക്കരുതെന്ന് എത്ര തവണയാ നിന്നോട് ഞാൻ പറയുന്നത്? ഇനി എന്നാ നീ ഇത് മനസ്സിലാക്കുന്നത്? 5 ലക്ഷം രൂപയ്ക്കാണോ ഈ പുകിലൊക്കെ? ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിനക്ക് എത്ര സമയം വേണം? 1 മണിക്കൂർ, 2 മണിക്കൂർ, അല്ല 1 ദിവസമോ? അങ്ങനെ 1 ദിവസം കൊണ്ട് തീരുന്ന ഈ നിസ്സാര കാര്യത്തിനാണോ നീ അനിയത്തി കുട്ടിയെ പടിക്ക് പുറത്താക്കാൻ നോക്കുന്നത്? അത് ചേട്ടായി, ഞാൻ ചോദിച്ചപ്പോ അവള് മറുപടി പറഞ്ഞത് വേറെ ആയിരുന്നു. അതും അമ്മയുടെ മുന്നിൽ വെച്ച്. നിയന്ത്രണം വിട്ട് ഞാൻ തല്ലിപ്പോയി. എന്തിന്? നീ നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ എന്തിനാ നിയന്ത്രണം വിടുന്നത്? അനിയത്തിക്കുട്ടി മോശമായിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ തന്നെ അതിനുള്ള ചോദ്യം ചോദിക്കേണ്ട സിറ്റുവേഷൻ നീയായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ? രാജലക്ഷ്മി അമ്മയോടും അനിയത്തിക്കുട്ടിയോടും എന്റെ അനിയന് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.